അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ വീഡിയോകളിൽ ലിസാനുൽ ഖുർആനിലെ 1, 2 പാഠങ്ങൾ വളരെ വിശദമായി നാം ചർച്ച ചെയ്തു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ലിസാനുൽ ഖുർആനിലെ 3-ാമത്തെ പാഠമാണ്. അദ്ദർസു സാലിസു മജല്ലത്തുൻ ബിഖത്തിൽ യദി എന്നുള്ള പാഠം. ആദ്യമായി ആമുഖമായി വിദ്യാർത്ഥികളോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, ഇത് കുറച്ച് വിശാലമായ ഒരു പാഠമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ പറയുന്ന ഓരോ വിഷയവും നിങ്ങൾ ശ്രദ്ധിക്കണം. അവസാനം വരെ കേൾക്കുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പാഠത്തിൻ്റെ ഹെഡിങ് മജല്ലത്തുൻ ബിഖത്തുൽ യദി. മജല്ലത്തുൻ എന്ന് പറഞ്ഞാൽ മാസിക, മാഗസിൻ എന്നാണ് അർത്ഥം. മാസിക. ബിഖത്തുൽ യദി, കയ്യെഴുത്ത് മാസിക. കയ്യെഴുത്ത് മാസിക എന്നുള്ളതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്ങിൻ്റെ അർത്ഥം. ഇനി ഇവിടെ വിശദമായിട്ടുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിൽ ചുവപ്പ് കളറിൽ പ്രത്യേകമായി കൊടുത്തിട്ടുള്ള ചില വാക്കുകളെ നമുക്കൊന്ന് പരിശോധിക്കാം. അന എന്നുള്ളത് നമ്മൾ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്നുള്ള അർത്ഥമായിരുന്നു. അതുപോലെ നഹ്നു, ഞങ്ങൾ എന്നുള്ള അർത്ഥം. അൻത അൻതി കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. അൻത അൻതി എന്ന് പറഞ്ഞാൽ നീ എന്നുള്ളതായിരുന്നു അർത്ഥം. അൻത എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയോടുള്ള, ആണിനോടുള്ള സംസാരമാണ്, അഭിസംബോധനയാണ്. അതുപോലെ അൻതി, പെൺകുട്ടിയാണെങ്കിൽ അൻതി എന്നുള്ള പ്രയോഗമാണ് നാം നടത്തുക. അതുപോലെ അൻതുമ, അൻതും, അൻതുന്ന. അതുപോലെ ഹുവ, ഹിയ, ഹുമാ, ഹും, ഹുന്ന. ഇങ്ങനെ കളർ ചെയ്യപ്പെട്ട കുറച്ച് വാക്കുകളെ നമുക്ക് കാണാൻ പറ്റും. ഈ വാക്കുകൾക്ക് പറയുന്ന പേരാണ് അൽ-ലമാഇറുൽ മുൻഫസില. മുൻഫസിലായ ലമീറുകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഇംഗ്ലീഷിൽ പ്രോനൗൺ പറയാറുണ്ട്. ഐ, യു, ദേ, വി, ഹി, ഷി എന്നിങ്ങനെയുള്ള പ്രോനൗണുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ പ്രോനൗൺ തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദമായ രൂപത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം പറയാം. എന്നിട്ട് അതിൽ വരുന്ന വിഷയങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. അസ്ദിഖായി, എൻ്റെ കൂട്ടുകാർ. അന ജാബിറുൻ, ഞാൻ ജാബിറാകുന്നു. അന എന്ന് പറഞ്ഞാൽ ഞാൻ, അയാം എന്നുള്ളതാണ് അർത്ഥം. അന ജാബിറുൻ, ഞാൻ ജാബിറാകുന്നു. അയാം ജാബിർ. ഒഹിബുൽ ഖിറാഅത്ത, ഒഹിബുൽ ഖിറാഅത്ത, ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. അൽ ഖിറാഅത്ത, ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ വായന, റീഡിങ്. ഒഹിബുൽ ഖിറാഅത്ത, ഞാൻ വായന ഇഷ്ടപ്പെടുന്നു. അൽ യൗമ, ഇന്ന്. നഹ്നു, ഞങ്ങൾ. നഹ്നു എന്ന് വെച്ചാൽ ഞങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ അന എന്ന് പറഞ്ഞാൽ ഞാൻ, നമ്മൾ മൈസെൽഫിനെ ഉപയോഗിക്കാൻ, സ്വന്തത്തെ പറയാൻ അന എന്നുള്ളതും, നഹ്നു ഞങ്ങൾ, നമ്മൾ ഇംഗ്ലീഷിൽ അവർ സെൽഫ് എന്ന് പറയാറുണ്ട്. നഹ്നു ഞങ്ങൾ എന്നുള്ള അർത്ഥവും. അൽ യൗം, അൽ യൗമ ഇന്ന്. നഹ്നു ഞങ്ങൾ. നുഇദ്ദു, നുഇദ്ദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാക്കുന്നു. അപ്പോൾ നഹ്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാക്കിൽ നൂന് കൊണ്ടാണ് തുടങ്ങുക. നഹ്നു നുഇദ്ദു, ഞങ്ങൾ തുടങ്ങുന്നു, ഞങ്ങൾ തയ്യാറാക്കുന്നു. മഅൻ, ഒരുമിച്ച്. എന്താ തയ്യാറാക്കുന്നത്? മജല്ലതൻ മക്തൂബതൻ ബിഖത്തിൽ യദി, ഒരു കയ്യെഴുത്തു മാസിക ഞങ്ങൾ തയ്യാറാക്കുന്നു. അൻത യാസിറുൻ, അൻത യാസിറുൻ, നീ യാസിറാകുന്നു. വ അൻതി ഫാത്തിമ, നീ ഫാത്തിമയാകുന്നു. ഈ അൻതയും അൻതിയും പ്രയോഗം നമ്മൾ നേരത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അൻത യാസിറുൻ. അപ്പോൾ അൻതക്ക് ശേഷം ഒരു ആണിൻ്റെ പേരായിരിക്കും വരിക. കാരണം അൻത എന്നുള്ളത് ആണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അൻത യാസിറുൻ. അതുപോലെ അൻതി എന്നുള്ളത് സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അൻതിക്ക് ശേഷം വരിക സ്ത്രീകളുടെ പേരുകളായിരിക്കും, മുഅന്നസ് ആയിരിക്കും.
വ അൻതി ഫാത്തിമ, നീ ഫാത്തിമയാണ്. കിതാബത്തുകുമ, നിങ്ങളുടെ രണ്ടുപേരുടെയും എഴുത്ത് ജമീലത്തുൻ, വളരെ ഭംഗിയുള്ളതാണ്. അൻതുമാ, നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ അൻത, അൻതി രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അൻതുമാ, അൻതുമാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും. അൻതുമ, നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള രണ്ടാളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലമീറാണ്, പ്രോനൗണാണ് ഏത്? അൻതുമ എന്നുള്ളത്. അൻതുമ, നിങ്ങൾ രണ്ടുപേരും തക്തുബാനി, എഴുതുന്നു അല്ലെങ്കിൽ എഴുതണം, ഫിൽ വറഖത്തി, കടലാസിൽ. അപ്പോൾ ഇവിടെ മാഗസിൻ ഉണ്ടാക്കുകയാണല്ലോ എല്ലാവരും ഒരുമിച്ചിട്ട്. അപ്പോൾ ഫാത്തിമയും അതുപോലെ യാസിറും, അവരുടെ എഴുത്ത് നല്ല ഭംഗിയുള്ള എഴുത്താണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുക? കടലാസിൽ എഴുതുക. യാ സാലിമു, ഓ സാലിമെ, വ നബീലു, നബീല്, അതുപോലെ വ നിഹാലു, സാലിമും നബീലും നിഹാലും. അൻതും, നിങ്ങൾ എന്ത് ചെയ്യണം? തജ്മഊനൽ അഖ്ലാമ, തജ്മഊന, നിങ്ങൾ ഒരുമിച്ച് കൂട്ടണം, അൽ അഖ്ലാമ, പേനകളെയും, വൽ അൽവാന, കളറുകളെയും. അപ്പോൾ ഇവിടെ അൻതും എന്നുള്ള പ്രയോഗം വന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അന എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ എന്നുള്ളതും, നഹനു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നുള്ളതും, അൻത എന്ന് പറഞ്ഞാൽ നീ, നമ്മുടെ മുമ്പിലുള്ള ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷനായ ഒരാളെ സൂചിപ്പിക്കുന്നതാണ് അൻത എന്നുള്ളത്. അൻതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണ് അൻതി എന്ന് പറഞ്ഞാൽ. ഇനി അൻതുമ എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലുള്ള രണ്ടാളുകൾ, അത് ആണാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും അതുപോലെ പെണ്ണുങ്ങളാണെങ്കിലും രണ്ടാണെങ്കിലും അൻതുമ എന്നുള്ള പ്രയോഗമാണ് നാം നടത്തുക. പിന്നെ ഇവിടെ മറ്റൊന്ന് വന്നത് അൻതും എന്നുള്ളതാണ്. അൻതും, ഇവിടെ നാം ശ്രദ്ധിച്ചു, യാ സാലിമു വ നബീലു വ നിഹാലു, 3 പേരും ആൺകുട്ടികളാണ്. അപ്പോൾ 3 അതിലധികമോ ഉള്ള നമ്മുടെ മുമ്പിലുള്ള ആണുങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലമീറാണ് അൻതും എന്നുള്ളത്. അൻത, അൻതുമ, അൻതും. അൻത നമ്മുടെ മുമ്പിലുള്ള ഒരാൾ, അൻതുമ നമ്മുടെ മുമ്പിലുള്ള രണ്ടാളുകൾ, അൻതും നമ്മുടെ മുമ്പിലുള്ള കുറെ ആളുകൾ. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇനി അടുത്ത സെന്റൻസ്, യാ ഹാദിയ വ നൂറ വ റമീസ, ഹാദിയ, നൂറ, റമീസ. അൻതുന്ന, നിങ്ങൾ, തുസമ്മിംനൽ ഗിലാഖ, തുസമ്മിംന, നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യണം. അൽ ഗിലാഖ, ചട്ട, മാഗസിന്റെ ചട്ട എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ അൻതുന്ന, നേരത്തെ നമ്മൾ 3 ആൺകുട്ടികളെ സൂചിപ്പിച്ചത് അൻതും എന്നായിരുന്നു. മുമ്പിലുള്ള 3 ആൺകുട്ടികളെ സൂചിപ്പിച്ചത് അൻതും. പക്ഷെ ഇവിടെ മുമ്പിലുള്ള 3 പെൺകുട്ടികളാണ്, ഹാദിയ, നൂറ, റമീസ. ഇത് 3 പെൺകുട്ടികളാണല്ലോ. അപ്പോൾ മുമ്പിലുള്ള 3 ആളുകളെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിലധികമുള്ളത് അവരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അൻതുന്ന എന്നുള്ള ലമീർ. ഇനി ഹുവ റാഷിദുൻ, അവൻ റാഷിദാണ്. വഹിയ, അവൾ, സൈനബ്, സൈനബാണ്. യുഹിബ്ബാനി, അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു. അത്തൽവീന, കളറിങ്. അപ്പോൾ റാഷിദും സൈനബും കളറിങ് ഇഷ്ടപ്പെടുന്നവരാണ്. ഹുമ, അവർ രണ്ടുപേരും, ഹുവ, അവർ രണ്ടുപേരും, യുലവ്വിനാനി സഫഹാത്ത്, പേജുകൾ കളർ ചെയ്യട്ടെ അല്ലെങ്കിൽ കളർ ചെയ്യുന്നു. ഹുന, അപ്പോൾ ഇവിടെ ഹുമ എന്നുള്ള പ്രയോഗം പുതുതായി വന്നു. ഹുവ, ഹുമ, അതുപോലെ ഹിയ, ഈ 3 പ്രയോഗം വന്നു. ഹുവ എന്നുള്ളതിൻ്റെ അർത്ഥം അവൻ എന്നുള്ളതാണ്. വഹിയ എന്ന് പറഞ്ഞാൽ അവൾ എന്നുള്ളതാണ് അർത്ഥം. ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എന്നുള്ളതാണ് അർത്ഥം. ഹുവ എന്നുള്ളത് ആണിനെ സൂചിപ്പിക്കുന്നു. റാഷിദ് പുല്ലിംഗമാണല്ലോ, അതുകൊണ്ട് ഹുവ എന്നുള്ളത് ആണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഹിയ എന്നുള്ളത് പെണ്ണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഹുമ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി ഹുന, ഇവിടെ, തുല്ലാബുൻ, വിദ്യാർത്ഥികളുണ്ട്. ഹും, അവര്. അപ്പോൾ കുറെ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദമീറാണ് ഹും എന്നുള്ളത്. ഇവിടെ നമ്മൾ അൻത, അൻതി, അൻതുമ, അൻതും ഒക്കെ പറഞ്ഞല്ലോ. ഇതെല്ലാം മുമ്പിലുള്ള ആളുകളെ, നേരെ മുമ്പിലുള്ള ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, അപ്പോൾ കുറച്ച് അപ്പുറത്തായിരിക്കും, മനസ്സിലായോ? ഹുവ, അതുപോലെ ഹിയ, അവൾ, ഹുമ, അവർ രണ്ടുപേരും, ഹും, അവർ. അപ്പോൾ ഹും, അവർ, യഖ്തഊനൽ ഔറാഖ, കടലാസുകളൊക്കെ കട്ട് ചെയ്യുക. വഹുനാക, ഇവിടെ, അവിടെ, താലിബാത്തുൻ, വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. ഹുന്ന, അവർ എന്ത് ചെയ്യാണ്? യർസുംന സൂറ, യർസുംന എന്ന് പറഞ്ഞാൽ അവർ വരക്കുന്നു. അസൂറ, നല്ല ചിത്രങ്ങൾ. ഹുന്ന യർസുംന, അവർ ചിത്രങ്ങൾ വരക്കുന്നു.
അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് കുറച്ച് പ്രത്യേകമായ വാക്കുകളാണ്. അന, നഹ്നു, അൻത, അൻതി, അൻതുമ, അൻതും, അൻതുന്ന, ഹുവ, ഹിയ, ഹുമ, ഹും, ഹുന്ന. ഇത്രയും പ്രത്യേകമായ വാക്കുകളാണ് നാം പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദമായ ഒരു ഭാഗം അടുത്ത പേജുകളിലായിട്ട് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ വിദ്യാർത്ഥികൾ പ്രധാനമായും പഠിക്കാനുള്ള വാക്കുകൾ, ഈ വാക്കുകളുടെ അർത്ഥം എന്തായാലും നാം പഠിക്കണം. അൻത, അൻതി, ഹുവ, ഹിയ, അൻതുമ, അന, ഹുമ, ഹുന്ന, അൻതും, നഹ്നു, ഹും, അൻതുന്ന. ഇത്രയും വാക്കുകൾ നിർബന്ധമായും അതിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അൻത എന്ന് പറഞ്ഞാൽ ഒരു ആണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ മുമ്പിലുള്ള ഒരു ആണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അൻതയ്ക്ക് ശേഷം എപ്പോഴും ആൺ പുല്ലിംഗമായിരിക്കും, ആണുങ്ങളുടെ പേരായിരിക്കും. അതുകൊണ്ടാണ് അൻത യാസിറുൻ. അതുപോലെ അൻതി എന്നുള്ളത് പെണ്ണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അൻതിക്ക് ശേഷം സ്ത്രീലിംഗമായിരിക്കും, അൻതി ഫാത്തിമ. ഹുവ, ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ മുമ്പിലില്ലാത്ത ഒരാളായിരിക്കും ഹുവ. ഹുവ റാഷിദുൻ, ഹുവ റാഷിദുൻ, അവൻ ഒരു പുരുഷൻ എന്നാണ് ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നുള്ള അർത്ഥം. ഹുവ റാഷിദുൻ. അതുപോലെ ഹിയ, ഹിയ എന്ന് പറഞ്ഞാൽ അവൾ. അപ്പൊ ഹിയ സൈനബുൻ, അവൾ സൈനബാകുന്നു എന്നർത്ഥം. ഇനി അൻതുമ, അൻതുമ എന്നുള്ളത് മുമ്പിലുള്ള രണ്ടാണുങ്ങളെയും രണ്ട് പെണ്ണുങ്ങളെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അൻതുമ എന്നുള്ളത്. അപ്പൊ അൻതുമ തക്തുബാനി, നിങ്ങൾ രണ്ടുപേരും എഴുതുന്നു. അതുപോലെ അന, അന എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അന ജാബിറുൻ, ഞാൻ ജാബിറാണ്. അപ്പൊ അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള അർത്ഥം. ഹുമ, ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും. ഹുമ എന്ന് പറഞ്ഞാൽ മുമ്പിലില്ലാത്ത രണ്ട് ആണുങ്ങളെയും രണ്ട് പെണ്ണുങ്ങളെയും ഒരുപോലെ സൂചിപ്പിക്കും. ഹുമ, അപ്പൊ ഹുമ യുലവ്വിനാനി, അവർ രണ്ടുപേരും കളർ ചെയ്യുന്നു. ഹുന്ന, ഹുന്ന എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ മുമ്പിലില്ലാത്ത കുറേ സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഹുന്ന. ഹുന്ന യർസുംന, അവർ കളർ ചെയ്യുന്നു, അവർ കളർ ചെയ്യുന്നു. അതുപോലെ അൻതും, അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ ആളുകൾ, നമ്മുടെ മുമ്പിലുള്ള കുറേ ആണുങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അൻതും. അൻതും തജ്മഊന, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നു. നഹ്നു, ഞങ്ങൾ, നഹ്നു നുഇദ്ദു, ഞങ്ങൾ തയ്യാറാക്കുന്നു. ഹും, അവർ. ഹുവ, ഹുമ, ഹും. ഹും എന്ന് പറഞ്ഞാൽ മുമ്പിലില്ലാത്ത കുറേ ആണുങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി. ഹും യഖ്തഊന, അവർ മുറിക്കുന്നു. അൻതുന്ന, നിങ്ങൾ കുറേ സ്ത്രീകൾ, മുമ്പിലുള്ള കുറേ സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടി. അൻതുന്ന തുസമ്മിംന, നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നു. ഇതാണ് ഈ വാക്കുകളുടെ അർത്ഥം. ഇവിടെ നമുക്ക് അടുത്ത പേജിൽ ഈ മുൻഫസിലായ ലമീറുകളുടെ ഒരു ക്രമത്തിലുള്ള രൂപം ഇവിടെ തന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നാം പഠിക്കേണ്ടതുണ്ട്. ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു. ഇതാണ് ഈ 14 ലമീറുകളാണ് മുൻഫസിലായ ലമീറുകൾ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ അർത്ഥം നാം കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ പാഠം തന്നെ വളരെ എളുപ്പമായിരിക്കും. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലില്ലാത്ത ഒരാണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഹുവ എന്നുള്ളത്. ഹുമ എന്ന് പറഞ്ഞാൽ രണ്ട് പുരുഷന്മാർ, രണ്ടാണുങ്ങൾ. ഹും എന്ന് പറഞ്ഞാൽ കുറെ ആണുങ്ങൾ. അപ്പൊ ഇത് മൂന്നും നമ്മുടെ മുമ്പിലില്ലാത്തവരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പുരുഷന്മാര് ഒരാള്, രണ്ടാള്, കുറെ ആളുകൾ. ഇനി അടുത്തത് രണ്ടാമത്തെ ലൈന് ഹിയ. ഹിയ എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ എന്നാണ്. അപ്പൊ മുമ്പിലില്ലാത്തൊരു സ്ത്രീയാണ് എന്ന് മനസ്സിലായി. ഹുമ, രണ്ട് സ്ത്രീകൾ. ഹുന്ന, കുറെ സ്ത്രീകൾ. ഇനി അടുത്തത് മൂന്നാമത്തെ ലൈന് അൻത. അൻത എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടി, ഒരാണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അൻത എന്ന് പറഞ്ഞാൽ നീ എന്നർത്ഥം, എന്ന് വെച്ചാൽ നീ ഒരു പുരുഷൻ എന്നാണ് അർത്ഥം. അൻതുമ, നിങ്ങൾ രണ്ട് ആളുകൾ, നിങ്ങൾ രണ്ടാണുങ്ങൾ. അൻതും, നിങ്ങൾ കുറേ ആണുങ്ങൾ. അപ്പൊ ഇത് മൂന്ന് നമ്മുടെ മുമ്പിലുള്ളവരാണ്. ഒരാള്, രണ്ടാള്, കുറെ ആണുങ്ങൾ. ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു സ്ത്രീയെ സൂചിപ്പിക്കാൻ വേണ്ടി അൻതി, നീ. അൻതുമ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ. അൻതുന്ന, നിങ്ങൾ കുറേ സ്ത്രീകൾ. പിന്നെ അന എന്ന് പറഞ്ഞാൽ ഞാൻ, നഹ്നു, ഞങ്ങൾ. അപ്പോൾ ഈ ഹുവ, ഹുമാഹും, ഹിയ, ഹുമാഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു. ഈ മുൻഫസിലായ ലമീറുകൾ ഇതുപോലെ തന്നെ അതിന്റെ അർത്ഥവും ഉപയോഗിച്ച് നാം പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരേപോലെ വരുന്നത് ഹുമ, ഹുമ, അതേപോലെ അൻതുമ, അൻതുമ.
രണ്ടും ഒരുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആ 14 രൂപങ്ങൾ നാം കൃത്യമായി അർത്ഥം മനസ്സിലാക്കി തന്നെ നാം പഠിക്കേണ്ടതുണ്ട്. ഇനി പിറകിലേക്ക് തന്നെ വരാം. ഇവിടെ നസിലു ബിൽ മുനാസിബി യോജിച്ചത് ചേർത്ത് എഴുതാനുണ്ട്. ഇതിങ്ങനെ നീളത്തിലുള്ള ഒന്നല്ല. പിന്നെ ഇത് അതുപോലെ ഇതും അങ്ങനെ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. ഇത് അടുത്തൊരു സെഷനാണ്. ഇവിടെ നമുക്ക് നോക്കാം. ബനാത്തുൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ എന്നാണ് അർത്ഥം. അപ്പോൾ പെൺകുട്ടികൾ കുറേ ആളുകളുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹുന്ന എന്നുള്ള രൂപമാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ വേണ്ടത്. അപ്പോൾ ബനാത്തുൻ എന്നുള്ളത് നേരെ ഇങ്ങോട്ടേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. ബനാത്തുൻ. ഇനി ബിൻത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്നുള്ളതാണ്. പെൺകുട്ടി. അപ്പോൾ ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിയ എന്നാണല്ലോ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ബിൻതുൻ എന്നുള്ളത് ഹിയ. ഇനി തക്തുബാനി രണ്ടുപേരെഴുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ടുപേരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹിയ ഹുമ രണ്ടിനെ സൂചിപ്പിക്കാൻ ഹുമ എന്നുള്ളതാണ്. അപ്പോൾ തക്തുബാനി എന്നുള്ളതിൻ്റെ നേരെ ഹുമ എന്നുള്ളതാണ് വേണ്ടത്. ഇനി ഇവിടെ ഹുവ ഹുവ എന്നുള്ളത് നമ്മൾ പറഞ്ഞു മുമ്പിലില്ലാത്ത ആണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മുമ്പിലില്ലാത്ത 2 ആണുങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി. മുമ്പിലില്ലാത്ത കുറെ ആണുങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ. ഹുവക്ക് ശേഷം എപ്പോഴും എന്തായിരിക്കും? ഒരാണിന്റെ പേരായിരിക്കും, അല്ലെങ്കിൽ പുല്ലിംഗമായിരിക്കും. അപ്പോൾ ഹുവ യാസിറുൻ. ഇനി അടുത്തത് 2 ആളുകൾ ഉണ്ടാവും. ഹുമ ഇവിടെ 2 ആള് ഏതാ? അബ്നാ അതുപോലെ ബിൻതാനി. അപ്പൊ ബിൻതാനി എന്ന് പറഞ്ഞാൽ 2 പെൺകുട്ടികൾ എന്നുള്ള അർത്ഥം. അപ്പൊ ഹുമ എന്നുള്ളത് ബിൻതാനി എന്നുള്ളതിലേക്ക് ചേർക്കുക. ഇനി അബ്നാഉൻ കുറെ ആളുകൾ ഉണ്ടല്ലോ. അപ്പൊ എന്നുള്ളത് അബ്നാഉൻ എന്നുള്ളതിലേക്ക് ചേർക്കുക. ഇതാണ് ഇതിന്റെ കൃത്യമായ രൂപം. ഇനി നക്തഷിഫുൽ ലമാഇർ വനക്തുബുഹാ കമാ ഫിൽ മിസാലി. ഇവിടെ താഴെ തന്നതുപോലെ ബാക്കിയുള്ളത് നമ്മൾ എഴുതണം. ഒഹിബു എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നുള്ളതിന് നാം ഉപയോഗിക്കേണ്ട ലമീർ അന എന്നുള്ളതാണ്. അന എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ അന എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്തത് നുഇദ്ദു ഞങ്ങൾ തയ്യാറാക്കുന്നു. ഞങ്ങൾ എന്നുള്ളതിന് നമ്മൾ എന്താ പഠിച്ചത്? നഹ്നു എന്നല്ലേ? നഹ്നു. അപ്പോൾ നഹ്നു എന്ന് എഴുതി കൊടുക്കുക. പിന്നെ തക്തുബാനി എന്നുള്ളത് നമ്മൾ നേരത്തെ പാരഗ്രാഫ് വായിച്ച സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള ലമീറാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ കണ്ടല്ലോ അൻതുമാ തക്തുബാനി. അൻതുമാ നിങ്ങൾ 2 പേരും തക്തുബാനി എഴുതണം ഫിൽ വറക്ക കടലാസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അൻതുമാ തക്തുബാനി എന്നുള്ളത് ഏതിനു ശേഷമാ? അൻതുമ. അപ്പൊ തക്തുബാനി എന്നുള്ളതിന് ശേഷം നമ്മൾ അൻതുമ എന്ന് എഴുതി കൊടുക്കണം. അൻതുമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേരും. അപ്പൊ അൻതുമ നിങ്ങൾ 2 പേരും തക്തുബാനി എഴുതുന്നു. അൻതുമ. ഇനി അടുത്തത് തജ്മഊന എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുന്നു. അപ്പോ അൻതും ഇവിടെ നമ്മൾ കണ്ടല്ലോ. യാ സാലിം വ നബീൽ അതുപോലെ വനിഹാൽ അൻതും നിങ്ങൾ തജ്മഊന അൽ-അഖ്ലാമ പേനകൾ ഒരുമിച്ച് കൂട്ടുക. അപ്പോൾ അൻതും തജ്മഊന എന്നുള്ളതിന്റെ നേരെ നമ്മൾ അൻതും എന്ന് എഴുതി കൊടുക്കണം. അൻതും തജ്മഊൻ. ഇനി തുസമ്മിംന ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തുസമ്മിംന യാ ഹാദിയ വ നൂറ വ റമീസ. ഹാദിയ, നൂറ, റമീസ. അൻതുന്ന നിങ്ങൾ തുസമ്മിംന ഡിസൈൻ ചെയ്യണം. അല്ലോ ഇലാക്ക ചട്ട. അപ്പൊ അൻതുന്ന നിങ്ങൾ. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള കുറെ സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അൻതുന്ന എന്നുള്ളത്. അൻതുന്ന തുസമ്മിംന. അപ്പൊ ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അൻതുന്ന എന്നുള്ളതാണ്. അൻതുന്ന. ഇനി യുലവ്വിനാനി അവർ 2 പേരും കളർ ചെയ്യുന്നു. യുലവ്വിനാനി നമ്മൾ പാഠഭാഗത്ത് നേരത്തെ വന്നിട്ടുണ്ട്. യുലവ്വിനാനി. ആ യുലവ്വിനാനി എന്നുള്ളതിൻ്റെ നേരെ നമ്മൾ ചേർക്കേണ്ടത് ഹുമ എന്നുള്ളതാണ് നമ്മൾ ചേർക്കേണ്ടത്. കാരണം ഹുമ അവർ 2 പേർ എന്നുള്ള അർത്ഥമാണ് നമുക്ക് കിട്ടേണ്ടത്. യുലവ്വിനാനി. അപ്പോൾ ഇവിടെ ഹുമ എന്നുള്ളതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഹുമ.
ഇനി യഖ്തഊന അവർ മുറിക്കുന്നു. അപ്പോൾ അവർ എന്നുള്ളത് മുമ്പിലില്ലാത്ത കുറെ ആണുങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഹും എന്നുള്ളതാണ്. ഹും എന്നുള്ള ദമീറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഹും യഖ്തഊന ഹും. ഇനി യർസുംന അവർ അത് പെൺകുട്ടികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പിലുള്ള. യർസുംന അവർ വരക്കുന്നു അസൂറ ചിത്രങ്ങൾ. അപ്പോൾ അവിടെ ഹുന്ന മുമ്പിലില്ലാത്ത കുറെ സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദമീർ ഹുന്ന എന്നുള്ളതാണല്ലോ. അപ്പോൾ യർസുംന എന്നുള്ളതിന്റെ നേരെ ഹുന്ന എന്നുള്ളതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതാണ് ഇവിടെ ചെയ്യേണ്ടുന്ന രൂപം. ഇനി ഇവിടെ നഖ്താറു വനുകമ്മിൽ ഇവിടെ തന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ അതിന്റെ ആൻസർ തന്നിട്ടുണ്ട്. നമ്മൾ യോജിച്ചത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. യാ സാലിമു, ഓ സാലിമേ. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ മുമ്പിലുള്ള സാലിമിനാണ് വിളിക്കുന്നത്. അപ്പൊ മുമ്പിലുള്ള ഒരാണിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചു അൻത എന്നുള്ളതാണ്. അപ്പൊ യാ സാലിം, ഓ സാലിമേ, അൻത സദീഖി, നീ എൻ്റെ കൂട്ടുകാരനാണ്. ഇവിടെ ഹുവ ഉണ്ട്, അൻതുണ്ട്, അൻതിണ്ട്. ഹുവ എന്നുള്ളത് നമ്മൾ പറഞ്ഞു മുമ്പിലില്ലാത്ത ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, അവൻ. അതുപോലെ അൻതയാണ് മുമ്പിലുള്ള ഒരാണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത്. അൻതി എന്ന് പറഞ്ഞാൽ പെണ്ണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ സാലിമ ആണാണല്ലോ, അതുകൊണ്ടാണ് അൻത എന്നുള്ള പ്രയോഗം വന്നത്. ഇനി യാ ഫാത്തിമ, ഓ ഫാത്തിമ. വളരെ സിമ്പിളാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ഹിയ ഉണ്ട്, അൻതുണ്ട്, അൻതിണ്ട്. ഹിയ എന്നുള്ളത് മുമ്പിലില്ലാത്ത സ്ത്രീയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, അവൾ എന്നുള്ള അർത്ഥമാണ്. അൻത എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു മുമ്പിലുള്ള ആണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് രണ്ടുമല്ല, പിന്നെ ഏതാണ്? അൻതി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അൻതി എന്ന് നാം എഴുതി കൊടുക്കണം. ഇനി അടുത്തത് യാ അബ്നാ, യാ അബ്നാ, യാ അബ്നാ, ഓ കുട്ടികളെ. അപ്പൊ മുമ്പിലുള്ളവരാണ്. അപ്പോ അൻത എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം. അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, കുറെ ആളുകൾ എന്നുള്ളതാണ് അർത്ഥം. അൻതി എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ഒരു സ്ത്രീ. അപ്പോൾ ഇതുമല്ല, പിന്നെ അൻതും എന്നുള്ളതാണ് ഇവിടെ നാം എഴുതി കൊടുക്കേണ്ടത്. യാ അബ്ന, കുറെ ആളുകൾ ഉണ്ടല്ലോ, അപ്പോൾ അൻതും. ഇനി അടുത്തത് ജവാദ് ഡാഷ് ഉസ്താദി, എൻ്റെ ഉസ്താദാണ്. അപ്പോ ഇവിടെ ഹുവ എന്നുണ്ട്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ. ഹിയ എന്ന് പറഞ്ഞാൽ അവൾ. അൻതി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ എന്നാണ് അർത്ഥം. അപ്പോൾ ഹിയ അല്ല, അതുപോലെ അൻതിയുമല്ല, പിന്നെ ഏതാ വരിക? ഹുവ എന്ന് പറഞ്ഞാൽ അവൻ. അപ്പൊ ജവാദ് ഹുവ ഉസ്താദി, അവൻ എൻ്റെ ഉസ്താദാണ് എന്നർത്ഥം. ഇനി അടുത്തത് ഫാത്തിമ ഡാഷ് ഉഖ്തി, എൻ്റെ സഹോദരി. അപ്പോൾ ഇവിടെ ഹിയ ഉണ്ട്, അവൾ. അൻത നീ, അൻതും നിങ്ങൾ, കുറെ ആളുകൾ. അപ്പോൾ ഹിയ എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. കാരണം ഹിയ എന്ന് പറഞ്ഞാൽ അവൾ. ഫാത്തിമ ഹിയ ഉഖ്തി, അവൾ എൻ്റെ സഹോദരിയാണ്. ഇനി അടുത്തത് യാ ഇബ്നു വയാ ബിന്തു. യാ ഇബ്നു, ഓ ആൺകുട്ടി. വയാ ബിന്തു, ഓ പെൺകുട്ടി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ രണ്ടാളുണ്ടല്ലോ, മുമ്പിലുള്ള രണ്ടാളുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മുമ്പിലുള്ള രണ്ടാളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി അൻതുമ എന്നുള്ളതാണ്. ഹുമ എന്ന് പറഞ്ഞാൽ മുമ്പിലില്ലാത്ത രണ്ടാളുകളാണ്. അന എന്ന് പറഞ്ഞാൽ ഞാനാണ്. അപ്പോൾ മുമ്പിലുള്ള രണ്ടാളുകളെ സൂചിപ്പിക്കാനുള്ള ദമീർ അൻതുമ. അപ്പോൾ അൻതുമ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തത് അൽ മുസ്ലിമൂന യദ്ഹബൂന ഇലൽ മക്ക, മുസ്ലിമീങ്ങൾ മക്കയിലേക്ക് പോകുന്നു. അപ്പോൾ അൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ കുറെ ആളുകളുണ്ടല്ലോ. അപ്പോൾ കുറെ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഹും, അവർ. യദ്ഹബൂന ഇലൽ മക്ക, മക്കയിലേക്ക് പോകുന്നു. അപ്പോൾ ഹും എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കണം. ഇനി അവസാനത്തത് ഡാഷ് മുസ്ലിമുൻ അൽ ഇസ്ലാമു ദീനി, മുസ്ലിമാണ്. അൽ ഇസ്ലാമു ദീനി, ഇസ്ലാമാണ് എൻ്റെ മതം, ദീൻ. അപ്പോൾ ഹുമ എന്ന് പറഞ്ഞാൽ ഹുമ എന്നുണ്ട്, അൻതും എന്നുണ്ട്, അന എന്നുമുണ്ട്. ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ എന്നാണ്. അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് അർത്ഥം, നിങ്ങൾ കുറെ ആളുകൾ. അപ്പോൾ അന മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാണ്. അന മുസ്ലിമുൻ, ഞാൻ മുസ്ലിമാകുന്നു. അൽ ഇസ്ലാമു ദീനി, എൻ്റെ മതം അത് ഇസ്ലാമാണ്. ഇനി അടുത്തത് നുലാഹിദുൽ മുഫ്രദ വൽ ജംഅ. ഇവിടെ പിന്നെ സിംഗുലർ ഫോമും അതുപോലെ അതിൻ്റെ പ്ലൂരലും തന്നിട്ടുണ്ട്. അപ്പൊ സദീഖുൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, അതിൻ്റെ പ്ലൂരലായിട്ടുള്ള ഫോം കുറേ കൂട്ടുകാരൻ അർത്ഥം. അസ്ദിഖ, കൂട്ടുകാർ. ഖലമുൻ, ഒരു പേന. അക്ലാമുൻ, കുറേ പേനകൾ. ലൗനുൻ, നിറം. അൽവാനുൻ, നിറങ്ങൾ. താലിബുൻ, വിദ്യാർത്ഥി. തുല്ലാബുൻ, വിദ്യാർത്ഥികൾ. വറഖ്,
കടലാസ് പേജ്, അതുപോലെ ഔറാഖ് പേജുകൾ കടലാസുകൾ. ത്വാലിബത്തുൻ വിദ്യാർത്ഥിനി, ത്വാലിബാത്തുൻ വിദ്യാർത്ഥിനികൾ. സൂറത്തുൻ സുവറുൻ ചിത്രം ചിത്രങ്ങൾ. അൻത നീ, അൻതും നിങ്ങൾ, അൻതി നീ, അൻതുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ എന്നർത്ഥം. അന ഞാൻ, നഹ്നു ഞങ്ങൾ, ഹുവ അവൻ, ഹും അവർ, ഹിയ അവൾ, ഹുന്ന സ്ത്രീകൾ കുറെ ആളുകൾ. ഇതാണ് സിംഗുലർ ആയിട്ടുള്ളതും അതിൻ്റെ നേരെ പ്ലൂറൽ ആയിട്ടുള്ള രൂപങ്ങൾ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു ഇതാണ് അതിൻ്റെ ഒരു ക്രമത്തിലുള്ളത്, മുൻഫസിലായ ദമീറുകളുടെ ക്രമത്തിലുള്ള രൂപമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു. ഇത് കൃത്യമായി അർത്ഥത്തോടുകൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഇവിടെ പൂരിപ്പിക്കാനുണ്ട്. ഹാദാ ഇബ്നുൻ, ഹാദാ ഇബ്നുൻ ഇത് ആൺകുട്ടിയാണ്. ഹുവ ദാരിസുൻ അവൻ എന്താണ് വിദ്യാർത്ഥിയാണ്. ഇബ്നു എന്നുള്ളത് പുല്ലിംഗമാണല്ലോ, അതുകൊണ്ടാണ് ഹുവ എന്നുള്ള പ്രയോഗം വന്നത്. ഇനി ഹാദാനി ഇബ്നാനി ഇത് രണ്ട് ആൺകുട്ടികളാണ്. അപ്പോൾ ഏതാ വരിക? ഹുവ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഏതാ? ഹുമാ. ഹുവ ഹുമാ. ഇനി അടുത്തത് ഹഉലാഇ അബ്നാഉൻ ഡാഷ് ഹും ദാരിസൂന. അപ്പോൾ ഹഉലാഇ അബ്നാഉൻ അവർ കുട്ടികളാണ്, ഹും ദാരിസൂന അവർ വിദ്യാർത്ഥികളാണ് എന്നർത്ഥം. ഇനി ഹാദിഹി ബിൻതുൻ ഇത് പെൺകുട്ടിയാണ്. അപ്പോൾ ഹിയ, ഹിയ ദാരിസത്തുൻ. ഹാതാനി ബിൻതാനി ഇത് രണ്ട് പെൺകുട്ടികളാണ്, ഹുമാ. പിന്നെ ഹഉലാഇ ബനാത്തുൻ ഹുന്ന. ഈ രൂപത്തിലാണ് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയാണ് ഹുവ ഹുമാഹും. നമ്മൾ ഈ രൂപം, ഈ ഒരു ഓർഡറാണ് മുകളിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ക്രമത്തിലുള്ളതാണ് ഇവിടെ നമ്മൾ താഴെ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു. ഈ രൂപത്തിലാണ് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. മുകളിൽ കാണിച്ച ഈ പട്ടികയിലുള്ള അതേ ഓർഡർ അനുസരിച്ച് താഴെ ഇവിടെ നമ്മൾ ഫില്ലാക്കേണ്ടതാണ്. ഇനി അടുത്തത് നുകമ്മിലു ബിളമീരിൻ മുൻഫസിലിൻ മുനാസിബിൻ കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളത് എഴുതാൻ വേണ്ടിയാണ്. യാ ഇബിൻ, യാ ഇബ്നു അൻത ദാരിസുൻ ഓ കുട്ടി, അൻത ദാരിസുൻ നീ വിദ്യാർത്ഥിയാണ്. അതുപോലെ യാ ഇബ്നാനി അപ്പോൾ രണ്ടാളുകളുണ്ട്, മുമ്പിലുള്ള ആളോടാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ യാ ഇബ്നു മുമ്പിലുള്ള ഒരു ആൺകുട്ടിയാണ്, അൻത ദാരിസുൻ നീ വിദ്യാർത്ഥിയാണ്. ഇനി യാ ഇബ്നാനി മുമ്പിലുള്ള രണ്ട് ആൺകുട്ടികളോടാണ് പറയുന്നത്. അപ്പോൾ അൻത കഴിഞ്ഞാൽ പിന്നെ അൻതുമ എന്നുള്ളതാണല്ലോ, അൻതുമ. അതുപോലെ യാ അബ്നാഉ, യാ അബ്നാഉ മുമ്പിലുള്ള കുറെ ആൺകുട്ടികളാണ്. അപ്പൊ അൻതുമ കഴിഞ്ഞാൽ പിന്നെ അൻതും. ഇനി യാ ബിൻതു മുമ്പിലുള്ള ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് പറയണം. അപ്പോൾ അൻതി നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, അൻതി. അതുപോലെ യാ ബിൻതാനി അൻതി കഴിഞ്ഞാൽ മുമ്പിലുള്ള രണ്ട് സ്ത്രീകൾ, അൻതുമ, അൻതി അൻതുമ. പിന്നെ യാ ബനാത്തു ഓ പെൺകുട്ടികളെ, അൻതുന്ന കുറേ സ്ത്രീകളുണ്ടെങ്കിൽ അൻതുന്ന. പിന്നെ അന ഇബ്നുൻ ഞാൻ, അപ്പോൾ അന ദാരിസുൻ എന്നുള്ള അർത്ഥം. ഞാൻ അന ദാരിസുൻ, അന ദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. അന ബിൻതുൻ അവിടെയും അന എന്നുള്ളത് തന്നെയാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അന എന്നുള്ളത് തന്നെയാണ് പറയുക. നഹ്നു അബ്നാഉൻ നഹ്നു എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇവിടെയും നഹ്നു ബനാത്തുൻ നഹ്നു എന്നുള്ളത് തന്നെയാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി താഴെ കുറച്ച് ഖുർആനിൻ്റെ ആയത്തുകളുണ്ട്. അതിൽ നമ്മൾ പഠിച്ച ഈ മുൻഫസിലായ ദമീറുകൾ കണ്ടെത്തുകയാണ് വേണ്ടത്. ഒന്നാമത്തത് വ അന തവ്വാബുർ റഹീം, ഇവിടെയുള്ളത് അന. അതുപോലെ ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഇവിടെ നഹ്നു എന്നുള്ള ദമീർ. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇവിടെ ഹും എന്നുള്ളത്. ഇന്നക അൻതൽ അലീമുൽ ഹകീം, ഇവിടെ അൻത. ഖുൽ ഹുവല്ലാഹു അഹദ്, ഹുവ എന്നുള്ളത്. ഹുന്ന ലിബാസുൽ ലക്കും, അതിൽ ഹുന്ന എന്നുള്ളത്. അതുപോലെ വ അൻതും ലിബാസുൽ ലഹുൻ, അൻതും എന്നുള്ളത്. ഇത്രയും മുൻഫസിലായ ദമീറുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
ഈ ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹനു എന്നുള്ള ഈ 14 ഫോമുകൾ കൃത്യമായി അതിൻ്റെ അർത്ഥത്തോടുകൂടെ നാം പഠിക്കുകയാണെങ്കിൽ ഈ പാഠം നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ നൽകി നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാഫിയായ ഇൽമ നൽകി അല്ലാഹു നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.